ഈ പരിപാടി നടക്കണമെന്ന് ഇരിക്കുന്നത് ഇതിൽ കെട്ടിയിൽ കഴിഞ്ഞ 60 വർഷത്തോളം കാലമായി കാലടിയിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന കാലടി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പത്ര വിതരണക്കാരെ ആദരിക്കുന്നു. ഈ വരുന്ന 11-ാം തീയതി 11 മണിക്കാണ് പ്രസ് ക്ലബ് ഓഫീസിൽ വെച്ച് ആദരവ് നടക്കുന്നത്. കൂടാതെ നാടകരംഗത്ത് മികച്ച സേവനം നടത്തിയ ശ്രീ ശ്രീമൂലാരം മോഹനൻ, ചുമർ ചിത്രകലാലയത്ത് വിദഗ്ധത നേടിയ ഡോക്ടർ സാജിദ് തുരുത്തിൽ, അതുപോലെ തന്നെ സായി ശങ്കര കേന്ദ്രം ഡയറക്ടർ ശ്രീനിവാസൻ, അതുപോലെയുള്ള പ്രമുഖരെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. ഈ പ്രസ് ക്ലബിന്റെ കഴിഞ്ഞ വർഷം തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ, നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെയുള്ള നിർദ്ധരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷം ചെയ്തതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ഏറ്റവും പത്രവിതരണ രംഗത്ത് ആദരിക്കേണ്ട വ്യക്തിത്വമാണ് ഈ വിതരണക്കാരെ. അവരെയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച 11 മണിക്ക് ആദരിക്കപ്പെടുന്നത്. ആളുകൾക്ക് വിളിക്കട്ടെ. 1971 കാലടിയിൽ രൂപംകൊണ്ട പ്രാദേശിക പത്രപ്രവർത്തക ഓഫീസുകളിൽ ഒന്നായിരുന്ന കാലടി പ്രസ് ക്ലബ്ബ് ഇത്തവണ 11-ാം തീയതി, അതായത് ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് കാലടി മേഖലയിലെ പത്ര വിതരണ ഏജൻസിയിൽപ്പെട്ട 30ഓളം പേരെ ആദരിക്കുകയാണ്. നമുക്കറിയാം, ഏത് ആഘോഷങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഈ പത്രവിതരണ രംഗത്തുള്ള ആരുടെ എന്ത് വീടുകളിൽ കാര്യങ്ങൾ വന്നാൽ പോലും നമ്മൾ രാവിലെ എണിച്ച് ചായ കുടിക്കുമ്പോൾ അതിനൊപ്പം ഇരുന്ന് പത്രം വായിക്കാറുണ്ട്. ഈ പത്രം എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത് എന്ന് നമ്മളാരും ചിന്തിച്ചിട്ടില്ല. മഴയായാലും മഞ്ഞായാലും വെയിലായാലും ഇവർ അനുഭവിക്കുന്ന ത്യാഗം വളരെ വലുതാണ്. പക്ഷെ ഇവർക്ക് സമൂഹത്തിൽ യാതൊരു വിധത്തിലുള്ള അംഗീകാരവും കിട്ടുന്നില്ല എന്നുള്ളൊരു ഖേദകരമായൊരു വസ്തുത കൂടി നിലവിലുണ്ട്. ഇതൊക്കെ പരിഗണിച്ചാണ് നമ്മൾ ഇത്തവണ നമ്മുടെ സഹപ്രവർത്തകരായി തന്നെ നമ്മൾ കരുതുന്ന 30ഓളം പേരെ നമ്മൾ ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ഈ കാലടി പ്രസ് ക്ലബ് ഓഫീസിൽ ആദരിക്കാൻ തയ്യാറായത്. ഇതോടൊപ്പം തന്നെ കലാരംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ നാടകകൃത്ത് ശ്രീമൂലനഗരം മോഹനൻ, നടന്മാരായ സിനിമ സീരിയൽ രംഗത്തെ നടന്മാരായ സലീം ബാബ, ജെയിംസ് പാറയ്ക്ക, ചുവർ ചിത്രകാരൻ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ചിത്രകലാ വിഭാഗം മേധാവിയായ ഡോക്ടർ സാജു തുരുത്തിൽ, സാമൂഹ്യ പ്രവർത്തകനായ PN ശ്രീനിവാസൻ, അദ്ദേഹം മാണിക്യമംഗലം സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. അദ്ദേഹമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ ആദരവ് പരിപാടിയുടെ സ്നേഹാദരവ് എന്ന പരിപാടി നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് കഴിഞ്ഞ കൊല്ലം നമ്മളിതേപോലെ തന്നെ കാലടി ഗവൺമെന്റ് UP സ്കൂൾ, അവിടെ നിർധനരായ 65ഓളം കുട്ടികൾക്ക് സ്കൂൾ ബാഗ്, മറ്റ് പഠനോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള വിതരണം ചെയ്തിരുന്നു. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ പല വർഷങ്ങളിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇതോടനുബന്ധിച്ചുള്ള ഒരു പൊതുപരിപാടിയായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സർവകലാശാല മുൻ വൈസ് ചാൻസലറും പൊതുപ്രവർത്തകനുമായ ഡോക്ടർ MC ദിലീപ് കുമാർ സാറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ മറ്റ് പലരും പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.